ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൗലിക നവനീത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഷാർജയാണ്. നമ്മുടെ വീട്ടിലുള്ള 4 ഇൻഗ്രീഡിയൻസും പാലും മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് കണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഞാനിതിനകത്ത് ഐസ്ക്രീമോ ചോക്ലേറ്റ് ഫ്ലേവേഴ്സോ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ഇതുപോണം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്നും കൂടി പറഞ്ഞോട്ടെ, എൻ്റെ ഈ വീഡിയോസ് എല്ലാം കുറേ ആൾക്കാർ സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. ഈ വീഡിയോ 4 മിനിറ്റേ ഉള്ളൂ. ഈ വീഡിയോ എങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഫുള്ള് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കവർ മിൽമ പാൽ കട്ടിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഫ്രീസറിൽ നിന്ന്. ഏത് പാൽ വേണേലും യൂസ് ചെയ്യാം. അത് നല്ല രീതിയിൽ കട്ടിയാക്കി എടുക്കണം. പിന്നെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ്. നിങ്ങളുടെ വീട്ടിൽ ബൂസ്റ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 സ്പൂൺ ബൂസ്റ്റ് എടുത്താൽ മതി. പിന്നെ കുറച്ച് കപ്പലണ്ടി ഞാൻ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പാലിന് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും. കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കപ്പലണ്ടിയോ ഉള്ളായിരുന്നു. ഇത് ചാമ്പൽ പഴമാണ്. ഇത് നല്ല രീതിയിൽ പഴുത്ത പഴമാണ്. വീട്ടിൽ ഉള്ള പഴമായതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അത് 2 എണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് ഞാലിപ്പൂവൻ പഴം യൂസ് ചെയ്യാം. ഞാലിപ്പൂവൻ്റെ മറ്റൊരു ടേസ്റ്റ് തന്നെയാണ് ഈ പഴത്തിനും. നമുക്ക് ഇത് ജാറിലേക്ക് ഇടാം. നല്ല രീതിയിൽ കട്ടിയായിരിക്കുന്നത് കൊണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. കാരണം ജാറിനകത്ത് നല്ല രീതിയിൽ ഉടച്ചിട്ടില്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്ത് അരച്ചെടുക്കാൻ നല്ല പാടാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടി വരും. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പഴവും പാലും കൂടി ഒന്നിച്ചിടുന്ന പഴം മിക്സ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ പറയാം. പാല് പെട്ടെന്ന് അരയുമ്പോൾ വെള്ളം പോലെ ആയി കിട്ടും. അപ്പോൾ ഈ പഴവും അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ ഒക്കെ ഇടുമ്പോൾ ഇത് നല്ല കൊഴുത്ത് കുറച്ച് കുറുകുറാന്നിരിക്കും. അതിനാണ് യഥാർത്ഥത്തിൽ ഈ പഴമൊക്കെ ഇത് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബൂസ്റ്റോ ഹോർലിക്സോ ഉണ്ടെങ്കിൽ അതായിരിക്കണം. കപ്പലണ്ടി ഇല്ലാത്തവർക്ക് കാഷ്യൂനട്ട് ഉള്ളവർ കാഷ്യൂനട്ട് ഇടാം. നമുക്കിവിടെ കാഷ്യൂനട്ടൊന്നും സ്റ്റോക്കില്ല. കപ്പലണ്ടി മിക്കവാറും ഇവിടെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. പിന്നെ ഈ ഒരു കവറിനകത്ത് കറക്റ്റ് 1 സ്പൂണും പിന്നെ ഒരു 1/4 ഭാഗവും ഇല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗാർണിഷ് ചെയ്യാനൊന്നും എടുക്കുന്നില്ല. ഇതിനകത്തുള്ളത് ഞാനിതിൽ തട്ടിയിടുവാണ്. ഇവിടെ ബൂസ്റ്റ് സ്റ്റോക്കില്ല, ഉണ്ടായിരുന്നത് തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. കുട്ടികൾ ഇന്ന് ഷാർജ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് നിർബന്ധം കാണിച്ചു. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം, നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയും ചെയ്യാമെന്ന്. ഞാൻ ഐസ്ക്രീമ് യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ ഒന്നും. അത് ഇനി ഒരിക്കൽ കാണിക്കാം. ഞങ്ങളിതിനെ ഇട്ടിരിക്കുന്ന പേര് ഇന്ത്യൻ ഷാർജ എന്നാണ്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ടല്ലോ, വളരെ സെക്കൻഡുകൾ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഷാർജ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം നമ്മൾ ഉണ്ടാക്കുന്ന ഷാർജയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. മിക്കവാറുമുള്ള ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു നോക്കുക. അവർ നല്ല അഭിപ്രായം പറയും. ഞാനിങ്ങനെയാണ് മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഫ്ലേവർ, കറക്റ്റ് ഷാർജയാണ്. ഇതിനകത്ത് മറ്റേ ഐസ്ക്രീം മിക്സിങ്ങും ചോക്ലേറ്റ് മിക്സിങ്ങും ഒന്നും വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ ബൂസ്റ്റും പഴവും കപ്പലണ്ടിയൊക്കെ ആകുമ്പം തന്നെ കറക്റ്റ് ഫ്ലേവർ അതിനകത്ത് കിട്ടും. അതുകൊണ്ട് ഇത് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. പിള്ളേർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് നല്ല അഭിപ്രായമാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫുള്ളായി കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.